ഞാൻ എൻ്റെ സാധാരണ നിലയിലുള്ള ഒരു പ്രസംഗ രീതിയിലല്ല ഞാൻ ഒത്തിരി പരിശ്രമിച്ച് കുറച്ച് സാവകാശം നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ സിമ്പിളായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ വചനം ഒന്ന് ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും, അടുത്തത് ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്നുമുള്ള രണ്ട് ഭാഗങ്ങളാണ്, ചരിത്ര സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആ വാക്കെല്ലാവരും പറയാമോ? ചരിത്ര സംഭവം. ചരിത്ര സംഭവം ഹിസ്റ്ററിയാണ്. ഹല്ലേലൂയ. ഈ കേൾക്കുന്നതൊന്നും ഒരു കഥയല്ല, ചുമ്മാതെ ആരോ എവിടെയോ എഴുതി വെച്ചതല്ല. വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥമായി സംഭവിക്കപ്പെട്ടതും ചരിത്രത്തിന് പോലും നിഷേധിക്കാൻ പറ്റാത്തതുമായ ദൈവപ്രവൃത്തിയുടെ വാർത്തയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിനെ എത്ര പേർക്ക് അറിയാം? കേട്ടിട്ടെങ്കിലും ഇല്ലാത്തവരാരും ഇല്ലല്ലോ. എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കേട്ടിട്ടില്ലാത്തവരാരുമില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന് മുമ്പും യേശു ക്രിസ്തുവിന് ശേഷവും, അങ്ങനെയാണ് നമ്മുടെ കാലഘട്ടം പോലും അറിയപ്പെടുന്നത്. AD എന്നും BC എന്നും, ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ഡെത്ത്, അങ്ങനെയാണ് കാലഘട്ടം പോലും പറയുന്നത്. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവാകുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങളെല്ലാം ഇത് ഒരുപാട് കേട്ടിരിക്കാം. ഒത്തിരി പേര് മരിച്ചു, അവരെല്ലാം കല്ലറയിൽ, അവരുടെ എല്ലാം കല്ലറകൾ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ ഇന്നും ഓപ്പണായി കിടക്കുന്ന ഒരു കല്ലറ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ ഉയർത്തുന്ന എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും അതൊരു കഥയല്ല, അതൊരു ഹിസ്റ്ററിയാണ്. അത് വിശ്വസിക്കുന്നവർക്കും വിശ്വാസികളല്ലാത്തവർക്കും എല്ലാം ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു സത്യമായ വാർത്തയാകുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ശതമേരത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ജീവനുള്ള ദൈവത്തിന് മഹത്വം. ആ യേശു ക്രിസ്തുവിന്റെ 30 വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയുള്ള 3.5 വർഷത്തെ താൻ ചെയ്ത അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, അടയാളങ്ങൾ അനവധിയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ വിശുദ്ധ ബൈബിളിൽ, വേദപുസ്തകത്തിൽ എഴുതിയാൽ, അല്ലെങ്കിൽ എത്ര ബുക്കുകൾ ഉണ്ടെങ്കിലും എഴുതിയാലും തീരാത്തതുപോലെയുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. കരമുയർത്തൊരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതിനകത്തെ ഒരത്ഭുതമാണ് പുതിയ നിയമത്തിൽ ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. നയീൻ എന്ന പട്ടണത്തിൽ യേശു കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതം. ആമേൻ, ആമേൻ. നിങ്ങൾ ആമേൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ എന്നാണ്, അതിനെ ഉറപ്പിക്കുകയാണ്. എല്ലാവരും ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ, നിങ്ങൾ അതിനെ ആമേൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയാണ്. സ്തോത്രം. നിങ്ങൾ അങ്ങനെ തന്നെ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ കൂടെ കരമുയർത്തി ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു മുമ്പ് ഇതുപോലെ തന്നെ പശ്ചാത്തലമുള്ളൊരു സംഭവം പഴയ നിയമത്തിൽ സംഭവിക്കപ്പെട്ടു. പ്ലീസ്, ദയവായി എല്ലാവരും എന്നെ ഒത്തിരി ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഈ മണിക്കൂറുകൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. വേറെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് ഫോക്കസ് മാറ്റി ഈ വേർഡിൽ, ദൈവവചനത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് നോക്കിക്കേ. ഇത് നിങ്ങളുടെ ലൈഫിനെ തിരിക്കും. കാരണം ഞാനിവിടെ പ്രസംഗിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാകുന്നു. ആമേൻ. ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, ഒരു സാഹിത്യം അവതരിപ്പിക്കുകയല്ല. ഇവിടെ പറയുന്ന വചനത്തിന് ജീവനുണ്ട്.
ബൈബിളിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തല മൂർച്ചയുള്ള, എന്ന് വെച്ചാൽ രണ്ടു വശത്തും മൂർച്ചയുള്ള വാളിനെക്കാട്ടിലും, ഏത് വാളിനെക്കാട്ടിലും മൂർച്ച കൂടിയതാകുന്നു. അതൊരു കേൾവി മാത്രമല്ല, ഇത് പുറപ്പെട്ട് നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുവാൻ ശക്തിയുള്ളതാകുന്നു. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അതൊരു കേൾവി മാത്രമല്ല, ഇത് വരുമ്പോൾ ആരാണോ ഇതിനെ വിശ്വസിച്ച് ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നത്, ഈ വചനം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ അനുഭവിച്ചവരാണ് ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ ഈ വചനം പറയുമ്പോൾ, വചനം സ്വീകരിക്കുന്നവരുടെ മേൽ വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എന്നാൽ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, പഠിക്കുന്നവരുണ്ട്. എന്നാൽ മെഡിക്കൽ സയൻസിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ എത്രയോ സൗഖ്യങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, അത് ഇന്നലെയും അത് ഇന്നും നാളെയും സംഭവിക്കും, ഇപ്പോഴും സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് അങ്ങനത്തെ മിറക്കിൾ ടെസ്റ്റിമണികൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, TV പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയും. മെഡിക്കൽ സയൻസ് കൈവിട്ടത് മണിക്കൂറുകൾ മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പ്രശസ്തനായ ഡോക്ടേഴ്സ് ജഡ്ജ് ചെയ്തതിനെ എല്ലാം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനം തൊട്ടപ്പോൾ സൗഖ്യമായി പുറത്തു വന്ന് ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് സാക്ഷികൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മേൽ ആർക്കെങ്കിലും ഒരു രോഗപ്രയാസം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഈ വചനം സ്വീകരിക്കുകയും വചനം വിശ്വസിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ അത്ഭുത സൗഖ്യം ഇന്ന് പകലിലും സംഭവിക്കും. ആമേൻ. ഒരിക്കൽ കൂടെ കരമുയർത്തി ഒന്ന് ഹല്ലേലൂയ പറയാമോ? നല്ല ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഫ്രീ ആയിട്ടിരിക്കുക. ഈ ടൈറ്റായി, മുഖമൊക്കെ ടൈറ്റായി, ഒരു ഭയപ്പാടോടുകൂടി അങ്ങനെ ഇരിക്കേണ്ട. എല്ലാവരും റിലാക്സ് ചെയ്ത് ഫ്രീ ആയി ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ഇരിക്കുക. ആമേൻ. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിൽ വായിച്ചു കേട്ട വചനം ഇങ്ങനെയാണ്. സാരേഭാത്ത് എന്ന് പറയുന്ന ഒരു പട്ടണം, വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. സാരേഭാത്ത് എന്ന് പറയുന്ന ഒരു പട്ടണം, ആ പട്ടണത്തിൽ അനവധി വീടുകളുണ്ട്, അനവധി ആളുകളുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു കുടുംബത്തിനകത്ത് നടന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ആദ്യം വായിച്ചു കേട്ടത്. എന്താണ് അവിടെ വായിച്ചു കേട്ടത്? ആ സാരേഭാത്തിലെ വീട്ടിനകത്ത് ഒരു വിധവയായ സ്ത്രീയുടെ മകനെ ദൈവം അയച്ച ദൈവത്തിന്റെ പ്രവാചകൻ മരിച്ചുപോയതിനെ പ്രാർത്ഥിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. സ്വർഗത്തിലെ ദൈവം അലൗ ചെയ്യാതെ, ദൈവം പെർമിഷൻ തരാതെ, ദൈവം അയക്കാതെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. പല വീടുകൾക്കകത്തും തകർക്കപ്പെട്ട തലമുറകളുടെ മേൽ, കൈവിടപ്പെട്ട ജനറേഷനുകളുടെ മേൽ ഒരു വലിയ ഉദ്ധാരണം, വിടുതൽ, ഉയർപ്പ് സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. ഒരുപാട് വീടുകൾക്കകത്ത് സംഭവിക്കും. അധ്യാപകരെ, നിങ്ങളുടെ വീടുകൾക്കകത്ത് നിങ്ങളുടെ തലമുറകളുടെ മേൽ സംഭവിക്കപ്പെടും. ഓ ജീസസ്, ഹല്ലേലൂയ. ശതമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ. അവിടെ ഈ ഫ്രണ്ടിൽ ആ സൈഡിലിരിക്കുന്ന
എനിക്കറിയില്ല ഇത് ആരാണെന്ന്. പക്ഷേ 2 പെൺമക്കളെയും ഒരു ആൺമകനെയും ഞാനിപ്പോ കാണുക. അത് ഒരു പരിശുദ്ധാത്മാവിനെ അങ്ങ് ഒരു കാഴ്ച കാണിക്കുന്നു. 2 പെൺമക്കളും ഒരു ആൺമകനും ഫ്രണ്ടിലിരിക്കുന്നത്. എന്തോ കുടുംബത്തിനകത്ത് അങ്ങനെ തലമുറകളുടെ മേൽ ഭയങ്കര ദൈവപ്രവൃത്തി സംഭവിക്കപ്പെടും. എല്ലാവരും സ്തോത്രം ചെയ്യും, എല്ലാവരും സ്തോത്രം ചെയ്യും. ശതമുയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ, ശതമുയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്റ്റാർലിൻ എന്നൊരു പേര് ഞാൻ കാണുക. ദൈവത്തെ സ്തുതിക്കണം. സ്റ്റാർലിൻ തങ്കരതി എന്നൊരു പേര് ഞാൻ കാണുക. എല്ലാരും ദൈവത്തെ സ്തുതിക്കേ, എല്ലാരും ദൈവത്തെ സ്തുതിക്കേ. ഇതുപോലെ കരം അടിക്കാൻ പറ്റുമെങ്കിൽ കരം അടിക്കുക. നിങ്ങൾ ചുമ്മാ ഒന്ന് കരം അടിച്ചേ, ചുമ്മാ ഒന്ന് കൈതട്ടിക്കേ. എല്ലാവരും നന്നായി ഒന്ന് കരം തട്ടിക്കേ. അങ്ങനെ ആണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ പറയുന്ന ദൈവശബ്ദം കറക്റ്റ് ആണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും സ്തുതിക്ക്. ആ പുറകറ്റവരെല്ലാവരും നന്നായി ഒന്ന് കരമടിച്ചേ മക്കളെ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ കരമടിക്കുന്നതിന് കുഴപ്പമില്ല. അത് നിങ്ങൾക്കൊരു എനർജിയായി മാറും. വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിലും, വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും കരമടിക്കാൻ കുഴപ്പമില്ല. അത് നിങ്ങളുടെ ബോഡിക്ക് ഒരു എനർജി ആകും. എല്ലാവരും ആ സൈഡിൽ എല്ലാവരും നന്നായി ഒന്ന് കരം തട്ടിക്കേ, നന്നായി ഒന്ന് കരമടിച്ച്. നിങ്ങൾ തലയ്ക്ക് മുകളിൽ നിന്ന് കരം ഉയർത്തി പിടിച്ച്, തലയ്ക്ക് മുകളിൽ എന്നിട്ട് നന്നായിട്ട് ചേർത്ത് കാട്ടിക്കേ. എല്ലാവരും തലയ്ക്ക് മുകളിൽ കരമുയർത്ത്, തലയ്ക്ക് മുകളിൽ കരമുയർത്ത്. നന്നായി അവിടെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ വെളിപ്പെട്ട ദൈവത്തിന്റെ ശബ്ദം ഈ കുടുംബത്തിനകത്തൊരു അത്ഭുതമായി, ജനറേഷനുകളുടെ മേൽ അത്ഭുതമായി, ഈ കുടുംബത്തിനകത്തൊരു അത്ഭുതമായി സംഭവിക്കപ്പെടാൻ പോകുന്നു. കമോൺ കമോൺ, നിങ്ങൾ യേശുവേ എന്ന് എല്ലാവരും ഒന്ന് വിളിക്കാമോ? എല്ലാവരും ഒരുപോലെ യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? എനിക്കറിയില്ല ഇതാരാണ്, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അകത്ത പേര് വരികയാ. ആ കുടുംബത്തിനകത്ത് ചില ഉദ്ധാരണങ്ങൾ സംഭവിക്കപ്പെടാൻ പോകുന്നു. ഈ വചനത്തിന്റെ വീര്യം, ഈ വചനമെന്ന വാള് ആ കുടുംബത്തിനകത്ത് ചലിക്കാൻ പോകുന്നു. എൻ്റെ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാ. കമോൺ കമോൺ കമോൺ, എല്ലാവരും കരങ്ങളെ ഉയർത്തി ജീസസ് എന്ന് വിളിച്ചേ. ജീസസ് 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 ജീസസ്. എന്താ കുഞ്ഞുങ്ങളൊക്കെ കര ഉയർത്തത് പറയുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുക. ധൈര്യത്തോടെ പറഞ്ഞോ മോനെ, കാരണം ധൈര്യത്തോടെ പറഞ്ഞ മോളെ. കാരണം ഈ പേര് എവിടെയോ വഴി കിടക്കുന്ന പേരല്ല, ഇത് ജീവന്റെ നാമമാണ്. ഇത് സ്വർഗത്തിലെ അധികാരിയുടെ നാമമാണ്. സകലം ഉളവാക്കിയ സർവശക്തനായ കർത്താവിന്റെ നാമമാണ്. ഒരുപോലെ ശബ്ദമുയർത്തി ജീസസ് ജീസസ് ജീസസ്. ശബ്ദമുയർത്തി ജീസസ്. ഹല്ലേലൂയ. എന്താ പേര്? സ്റ്റാർലിൻ തങ്കരതി. ഹല്ലേലൂയ. ഒരു മൈക്ക് കൊടുക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം വിശ്വസിക്കുക, ഈ വചനത്തോട് ചേർന്നിക്കുക, യേശുവിനോട് ചേർന്നിക്കുക. എന്താ ഭയങ്കര അത്ഭുതങ്ങൾ, ഭയങ്കര ഡെലിവറൻസുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം ഒത്തിരി ഓണർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങളെ ഒരുപാട് മഹത്വത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തെ ഒരുപാട് മഹത്വത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോവുകയാണ്. ആമേൻ. ശിശുരെ കര ഉയർത്തി യേശുവേ എന്ന് വിളിച്ചു. യേശുവേ നീ ജീവനുള്ള ദൈവമെന്ന് പറ. യേശുവേ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മക്കളെല്ലാം കരയുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. In the mighty name of Jesus. 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 ഭാവേദിന്റെ മകളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ദൈവശക്തി കുടുംബത്തെ തുറണമേ. ഒരു വലിയ അത്ഭുതം നടക്കട്ടെ കർത്താവേ. ഇവരെ മാനിക്കുന്ന അടുത്ത തലത്തിൽ ഉയർപ്പിക്കുന്ന ദൈവകൃപ ഇപ്പോൾ ചലിക്കട്ടെ.
ഇതിനകത്തൊരു മാതാവിന്റെ മേൽ കർത്താവിന്റെ മകളെ, ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മകളെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു മാതാവിന്റെ കൈ ദൈവദൂതൻ പിടിക്കുന്നു. ഒരു ഹീലിംഗ് സംഭവിക്കുന്നു. അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുകയാണ്. ജനറേഷനുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവമഹത്വം നിങ്ങളുടെ വീട്ടിനകത്ത് സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. മക്കളുടെ കരങ്ങൾ Holy Spirit, Holy Spirit, Holy Spirit. നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരിക്ക് ഒന്ന് കൈ കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാമോ? പുറപ്പെടുന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനം. അത് പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലോട്ട് ഈ വചനം പുറപ്പെടും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണോ നിങ്ങൾ വിശ്വസിച്ചാൽ ഈ വചനം അവർക്ക് വേണ്ടി പുറപ്പെടും. നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത്, അത് രാജ്യങ്ങൾക്കും അപ്പുറമായാലും സമുദ്രാതിർത്തികൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറമായാലും, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കേൾക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പുറപ്പെടും. ഇത് വിശ്വസിക്കുന്നവർ ആമേൻ പറ. എനിക്കറിയാം ഒരുപാട് ഇവിടെ ഇരിക്കുന്ന മക്കളുടെ മേൽ ഒരു കാലഘട്ടത്തിന്റെ ജനറേഷനുകളാണിത്. പരിശുദ്ധാത്മാവ് എന്തിനാണ് ഈ ദൂതൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജനറേഷനുകളുടെ മേലെല്ലാം, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ തലമുറകളുടെ മേലെല്ലാം ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഭയങ്കര ഉയർപ്പുകൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടു കൂടി ഒരു ആമേൻ പറയുക. ഹല്ലേലൂയ. അവിടെ ഒത്തിരി വീടുകളുണ്ട്, ഒത്തിരി കുടുംബങ്ങളുണ്ട്. പക്ഷെ എല്ലായിടത്തോട്ടും ദൈവം തന്റെ പ്രവാചകനെ അയച്ചില്ല. ഒരു വിധവയുടെ ഭവനത്തിലേക്ക് ദൈവം തന്റെ പ്രവാചകനെ അയക്കുകയാണ്. എന്താണ് ആ വീടിന്റെ സാഹചര്യം? കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിക്കേ പ്ലീസ്, വളരെ ശ്രദ്ധിക്കേ. എന്താണ് ആ വീടിന്റെ സാഹചര്യം? ആ വീട്ടിലെ എന്റെ ഭർത്താവ് മരിച്ചയുടെ ഏക പ്രതീക്ഷയാണ് ആ തലമുറ. സ്വത്രം പറ. പക്ഷേ ആ തലമുറയെ, ആ മകനെ വിദ്യാഭ്യാസം ചെയ്യിക്കാനോ നന്നായി ആഹാരം കൊടുക്കാനോ ആ അമ്മയ്ക്ക് പറ്റുന്നില്ല. ഹല്ലേലൂയ പറ. നിങ്ങള് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ആ അമ്മയുടെ മുഴുവൻ പ്രതീക്ഷയും ഈ മകനാ, ഈ തലമുറയാ. ഓ ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വലിയ കാര്യം അറിയണം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ പലരുടെയും ഒരു ദേശത്തിന്റെയും നിങ്ങളെ പഠിപ്പിക്കുന്നവരുടെയും എല്ലാം ഭയങ്കര പ്രതീക്ഷയാണ് നിങ്ങൾ. ഹല്ലേലൂയ പറ. ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആ മകനെ ചൊല്ലി ആ അമ്മയ്ക്ക്. നിങ്ങളിന്ന് പരസ്പരം ഒന്ന് കൈകൊടുത്ത് പറയാമോ? കൂട്ടുകാരി, നീ നിന്റെ അമ്മയുടെ, നിന്റെ അപ്പന്റെ ഭയങ്കര പ്രതീക്ഷയാണെന്ന് പറഞ്ഞേ.
മോനെ മോളെ, നീ നിന്റെ അപ്പന്റെ അമ്മയുടെ നിന്റെ മാതാപിതാക്കളുടെ ഭയങ്കര പ്രതീക്ഷയാ നീ. നിങ്ങൾക്കറിയാത്ത പെയിൻ അവർക്ക് നിങ്ങളെ ചൊല്ലിയുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. അവരെങ്ങനെ പഠിക്കും? അവരെന്തായിരിക്കും? അവരെങ്ങനെ പഠിപ്പിക്കും? ദൈവത്തെ സ്തുതിക്കണേ നിങ്ങള്. ഹല്ലേലൂയ. അവരുടെ അകത്ത് എപ്പോഴും നിങ്ങളെ ചൊല്ലി ഒരുപക്ഷെ പുറമേ കാണിച്ചില്ലെങ്കിലും ഒരു വലിയ വേദനയുണ്ട്. അങ്ങനെ ഒരു വലിയ വേദനയാ ആ സാരേഫാത്തിലെ ആ വിധവയുടെ വീട്ടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു തരത്തിലും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോ ഒരു മരിക്കാൻ തീരുമാനിക്കുക, സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുക. മരിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടല്ല. ഇത് കേട്ടിട്ട് ചിരിക്കുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ അമ്മയുടെ പ്രതീക്ഷയാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്ക് അവരെ പ്രതീക്ഷത്തിൽ അപ്പുറമായി അവരുടെ മുമ്പിൽ എനിക്ക് അനുഗ്രഹമായി മാറണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാത്രം ഒന്ന് കറി ഉയർത്തിപ്പിടിച്ചേ. വായിക്കൊണ്ടൊന്നുമില്ലേ? എന്റെ അപ്പനും അമ്മയും എന്റെ പ്രിയപ്പെട്ടവർ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായി അവരുടെ മുമ്പിൽ എനിക്കൊരു ജയമായി അനുഗ്രഹമായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചേന്നാ ഞാൻ പറഞ്ഞേ. ഓ ഹല്ലേലൂയ. എനിക്കൊന്ന് ഈ ആൺകുട്ടികളെക്കാട്ടിലും പെൺകുട്ടികൾക്കാണ് കൂടുതൽ താല്പര്യം. അപ്പനെയും അമ്മയും അവരാഗ്രഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അനുഗ്രഹത്തോടെ നിൽക്കണം, അങ്ങനെ അവർ സന്തോഷിക്കണം. കുറച്ചു പേർക്ക് അത് ആഗ്രഹം ഇല്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ നിങ്ങൾ പറയാമോ? ജീസസ്, ആമേൻ. ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം. ആ അമ്മയുടെ കണ്ണുനീര്, ആ അമ്മയുടെ വേദന കണ്ടു. ഈ പകൽ 1 മണി നേരത്തോടെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ സമയം ഞാൻ ഇവിടെ നിന്ന് ഈ വചനം പ്രസംഗിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയാം, എന്റെ ദൈവം ജീവനുള്ള ദൈവം, യേശു കർത്താവ് അനുവദിക്കാതെ എനിക്ക് നിന്നത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി കരയുന്നൊരപ്പൻ, നിങ്ങൾക്ക് വേണ്ടി കരയുന്നൊരമ്മ, നിനക്ക് വേണ്ടി വിയർപ്പൊടുക്കുന്ന അധ്വാനിക്കുന്ന ഒരു അപ്പൻ ഒരമ്മ, അവരുടെ ആഗ്രഹം, അതിൽ പലരുടെയും പ്രാർത്ഥന എന്റെ ദൈവം കണ്ട് തന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ എന്റെ ദൈവം ഒരുക്കിയ ഒരു സമയമാണിത്. ഓ, എത്ര കുഞ്ഞുങ്ങളത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീണ്ടും പറയും, ഈ സമയം മക്കളെ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളുടെ കൂട്ടുകാരിയോട് പറ, ഈ സമയം നമുക്ക് അനുഗ്രഹമാണ്, നമുക്ക് അനുഗ്രഹം. പറ, ഈ സമയം നമുക്ക് അനുഗ്രഹമാണ്. ഒന്ന് പറഞ്ഞേ മക്കളെ, ഈ സമയം ഞങ്ങൾ ചുമ്മാ ഇത് എന്തോ കണ്ട് ചിരിച്ചോണ്ടിരിക്കാതെ നിങ്ങൾ പറ, പ്ലീസ് നിങ്ങൾ ഗൗരവത്തോടെ എടുക്കുക. നിങ്ങൾ പറ, ഈ സമയം നമ്മൾക്ക് അനുഗ്രഹമാണ്, ഈ സമയം നമ്മൾക്ക് അനുഗ്രഹമാണ്. ഇത് നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവശബ്ദമല്ല, ഇത് നിങ്ങളെ താഴ്ത്തുന്ന ദൈവശബ്ദമല്ല, ഇത് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവശബ്ദമാണ്, ഇത് നിങ്ങളെ ഉയർത്താൻ പോകുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്, ഇത് നിങ്ങളുടെ മേലുള്ള പ്രൊട്ടക്ഷനാണ് ഈ ദൈവത്തിന്റെ ശബ്ദം. Jesus loves you. ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട്, ബാക്ക് 4 പേർക്ക് കൈ കൊടുത്ത് പറ, യേശു നമ്മളെ സ്നേഹിക്കുന്നു. മക്കളെല്ലാം പറഞ്ഞാട്ടെ പ്ലീസ്. ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട്, ബാക്ക്, ഈ 4 പേർക്ക് കൈ കൊടുത്ത് പറ, യേശു നമ്മളെ സ്നേഹിക്കുന്നു, യേശു നമ്മളെ സ്നേഹിക്കുന്നു. ഓ ഹല്ലേലൂയ. കൈ കൊടുത്ത് പറ, യേശു നമ്മളെ സ്നേഹിക്കുന്നു. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, യേശു നമ്മളെ സ്നേഹിക്കുന്നു, യേശു നമ്മളെ സ്നേഹിക്കുന്നു, യേശു നമ്മളെ സ്നേഹിക്കുന്നു, യേശു നമ്മളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞു, സ്റ്റാഫുകൾ പറഞ്ഞു, അധ്യാപകർ പറഞ്ഞു, പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞു, യേശു നമ്മളെ സ്നേഹിക്കുന്നു. ഇനി ആ മാറിവിലോട്ട് കൈയെടുത്ത് വെച്ച് പറ, യേശു എന്നെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് മീ. യേശു എന്നെ സ്നേഹിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഈ
സഹിക്കുന്ന മക്കളെ കരവൊന്നും ഉയർത്തി ഒരു നഷ്ടം വരുന്നില്ല. Hallelujah, hallelujah, hallelujah. യേശുവേ അങ്ങേക്ക് ആരാധന. ഹിന്ദി അറിയാവുന്ന മക്കള് ഹിന്ദി അറിയാവുന്ന ഒരു കരം ഉയർത്തിയാണ്. ഹല്ലേലൂയ. നന്നായി ഹിന്ദി അറിയാവുന്ന ഒരു കരം ഉയർത്തിയാണ്. करेंगे हम बरसते रूह सच्चाई से. हालेलुया, हालेलुया, हालेलुया. ഹൃദയം തകർന്നിരിക്കുന്ന ഒരു വീട്ടിലേക്ക് ദൈവം തന്റെ പ്രവാചകനെ അയക്കുകയാണ്. നീ സാരേഫാത്തിലേക്ക് പോവുക. അവിടെ ഒരു വിധവയായ സ്ത്രീ, അവൾ തകർന്നിരിക്കുന്നവളുമായി മീറ്റ് ചെയ്യുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ച പ്രവാചകൻ അവിടെ എത്തുകയാണ്, ആ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ പ്രശ്നം, ബുദ്ധിമുട്ടാണ്, വീട്ടിലെ ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അത്ഭുതങ്ങളെ പ്രവചിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ കയ്യിലുള്ള ആ മാവും അല്പം എണ്ണ ഇങ്ങി കൊണ്ടുവാ. അതിനുശേഷം ദൈവത്തിന്റെ പ്രവാചകൻ അത്ഭുതങ്ങളെ പ്രവചിക്കുകയാണ്. ആ വീടിന്റെ സ്ഥിതി മാറുകയാണ്. കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ആ ഭാഗം പെട്ടെന്ന് പറഞ്ഞു വിടുക. നമ്മുടെ പ്രധാന ദൂതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആ ഭവനത്തിലെ തലമുറ മരിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരി കൈകൊടുത്ത് പറയണം. എല്ലാ സാധ്യതകളും പോയാലും എല്ലാവരും ഉപേക്ഷിച്ചാലും യേശുവിന് അവസാനം യേശുവിന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റും. ഒന്ന് പറയാമോ മക്കളെ? നിങ്ങളൊന്ന് പറയാമോ? ഇതിനകത്തുകൊണ്ട് എനിക്കറിയാം ചില കുഞ്ഞുങ്ങളുണ്ട്, ഇനി എന്തോ ചെയ്യുമെന്ന് അറിയാൻ നിൽക്കുന്ന കുറച്ചവരുണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ വീട്ടിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുന്ന കുറച്ച് വീടുകളുണ്ട് ഇതിനകത്ത്. ഈ പകൽ ഞാനിവിടെ ഉയർത്തുന്ന യേശുവിനെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശുവിന് മക്കളെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ലാത്ത വഴികളെ യേശു കർത്താവിന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരാൻ പറ്റും. ആരും കാണണ്ട, ആരും കാണാതെ ബെഡിൽ കിടക്കുന്നതിന് മുമ്പ് ചെന്നിട്ട് ഒരു വാക്ക്, യേശുവേ കർത്താവേ എന്റെ ഈ വിഷയത്തെ അവിടുത്തെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുക. ഒരു വാക്ക് പറ, നിങ്ങൾ ഭയങ്കര അത്ഭുതം കാണും. എന്തോ എനിക്കറിയത്തില്ല, ഒരു പ്രവചന ശബ്ദമായി വീഴുക അതിനകത്ത്. ഇനി മുമ്പിൽ ഒരു വഴിയും കാണാതെ എന്തോ ചെയ്യുമെന്ന് ഭാരപ്പെട്ട് സ്റ്റക്കായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്, ഒരു അത്ഭുത വഴിയുണ്ട്. അത് എന്റെ കർത്താവാണ്.
അതെന്റെ യേശുവാണ് മക്കളെ. യേശുവിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം അപ്പനോട് നിങ്ങൾ എങ്ങനെയാ കാര്യം പറയുന്നേ? അത് കോളേജിൽ പോയി പഠിച്ചിട്ടാണോ? സ്വാതന്ത്ര്യത്തോടെ പറയുകയല്ലേ, സ്നേഹത്തോടെ പറയുകയല്ലേ, അപ്പ എന്ന് വിളിച്ച് സംസാരിക്കുകയല്ലേ? അങ്ങനെ ഒരു അപ്പനോട് സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലെ യേശുവിനോട് സംസാരിക്കണം. അതാണ് പ്രാർത്ഥന. ഓ ഹല്ലേലൂയ. പലരും പറയും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥിച്ച് പരിചയമില്ല. നിങ്ങളുടെ സ്വന്തം അപ്പനോട് നിങ്ങൾ സംസാരിച്ച് എക്സ്പീരിയൻസ് മേടിച്ചിട്ടല്ല സംസാരിക്കുന്നേ, ആരെങ്കിലും പഠിപ്പിച്ചിട്ടല്ല സംസാരിക്കുന്നേ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംസാരിക്കുക, ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സംസാരിക്കുക. അതുപോലൊരു അപ്പനോട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നത് പോലെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് യേശു അപ്പനോട് സംസാരിക്കാം. നിങ്ങൾ സംസാരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര തിയോളജി ഒന്നും അല്ല പറയുന്നേ, ഞാൻ സിമ്പിൾ സുവിശേഷമാ പറയുന്നേ. എന്റെ കർത്താവ്, എന്റെ യേശു അത്രയും സിമ്പിളായി, ഈ മഹാദൈവം അത്രയും സിമ്പിളായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അതാണ് കാൽവരി ക്രൂശിൽ കണ്ട ദൈവത്തിന്റെ സ്നേഹം. ഓ ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങൾ സംസാരിക്കണം. അപ്പ എന്ന് വിളിച്ച് യേശുവിനോട് സംസാരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ഒത്തിരി പേരെ എന്റെ കർത്താവ് തന്റെ സ്നേഹത്തിലേക്ക്, തന്നുമായുള്ള വലിയ ബന്ധത്തിലേക്ക്, കൃപയിലേക്ക് കൈപിടിക്കാൻ പോവുകയാണ്. ഓ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകൻ എന്തു ചെയ്തു? ആ നഷ്ടപ്പെട്ടു പോയ, മരിച്ചുപോയ കുഞ്ഞിനെ തന്റെ കയ്യിലെടുത്ത് തന്റെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് തന്റെ കിടക്കമേൽ കിടത്തി. ആ തലമുറയുടെ മേൽ വീണ്ടും എഴുന്നേറ്റും പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്, ഞങ്ങൾ നാളെയും കൂടെ ഇവിടെ ഉണ്ട്. എപ്പോഴാന്ന് എനിക്കറിയില്ല, ഇന്ന് വൈകിട്ടാണോ നാളെ രാവിലെയാണോ നാളെ വൈകിട്ടാണോ എനിക്കറിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും തലമേലൊന്ന് കൈവച്ച് അനുഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കൈവച്ച് അനുഗ്രഹിപ്പാൻ എനിക്കൊരു നിയോഗമുണ്ട്. നിങ്ങൾ ഈ സെക്ഷൻ വൈകുന്നേരത്തെയോ നാളത്തെയോ ഒന്നും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് മക്കളെ. നിങ്ങൾ പറയണം, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമാകാൻ പോവുകയാണ്. വീണ്ടും ഒരു ഹല്ലേലൂയ പറ. പ്രവാചകൻ പ്രാർത്ഥിച്ചു, പ്രവാചകൻ പ്രാർത്ഥിച്ചു. മരിച്ചുപോയ തലമുറ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ആ തലമുറയെ ആ പ്രവാചകൻ അവിടെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ഒന്ന് കര ഉയർത്തി പിടിച്ചേ. മക്കളെല്ലാം ഒന്ന് കര ഉയർത്തി പിടിച്ച് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഇതിനെ ഓണറി, ഒരു മനുഷ്യന്റെ വാക്കായിട്ട് ഇതിനെ എടുക്കരുത്. ദൈവത്തിന്റെ ശബ്ദമായി നിങ്ങൾ ഇതിനെ എടുക്കുക. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കാൻ പോകുന്ന കര ഉയർത്തി പിടിച്ച് ഈ അനുഗ്രഹത്തിന്റെ വാക്കിനെ നിങ്ങൾ ഓണറി, നിങ്ങൾ വിശ്വസിക്ക്, കര ഉയർത്തി പിടിക്ക്. ഓ സ്വർഗീയ പിതാവേ, ഞാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇവർ ഇവിടെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഇവരുടെ അപ്പനമ്മമാരുടെ പ്രതീക്ഷകളാണിവർ. യേശുവേ, അങ്ങയുടെ നാമം ചൊല്ലി കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ. അനുഗ്രഹത്തോടെ ഇവരുടെ അപ്പനമ്മമാർക്ക് ഞാൻ ഇവരെ കൈമാറുന്നു. ഇവരെ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവരെ പട്ടണത്തിൽ മാറട്ടെ. ഈ കോളേജിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ഈ പട്ടണത്തിൽ, ഈ സ്റ്റേറ്റിൽ, ഈ രാജ്യത്ത് ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ഏറ്റവും ഉയർന്ന മാർക്കോടെ, റാങ്കുകളോടെ ജയിച്ച് പുറത്തു വരുന്നവരായി ഇവർ മാറട്ടെ പിതാവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ തലമുറയെ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത പുതിയ നിയമത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിൽ ലൂക്കോസ് സുവിശേഷത്തിൽ ഇവിടെ നിങ്ങൾ നേരത്തെ ആ വാക്യം നിങ്ങൾ കേട്ടു വായിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അതുപോലൊരു സെയിം സംഭവമാണ് പുതിയ നിയമത്തിൽ നടക്കുന്നത്. പഴയ നിയമത്തിൽ സാരേഭാത്തിലെ വിധവയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സിറ്റി മാറിയെന്നേ ഉള്ളൂ, പക്ഷെ സിറ്റുവേഷൻ സെയിം ആണ്. നയീൻ എന്ന പട്ടണം, ഹല്ലേലൂയ, പക്ഷെ സിറ്റുവേഷൻ സെയിം ആണ്. അവിടെയും ഒരു അമ്മയുടെ ഏക പ്രതീക്ഷയായ തലമുറ മരിച്ചു പോവുക. ഒരു ഭയങ്കര ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഈ വചനം നിങ്ങൾ വിശ്വസിച്ചാൽ ഭയങ്കര ഡെലിവറൻസുകൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കും, നിങ്ങളുടെ മേൽ സംഭവിക്കും. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ആ അമ്മയുടെ പ്രതീക്ഷയാണ് ആ മകൻ, പക്ഷെ നഷ്ടപ്പെട്ടു പോയി, മരിച്ചുപോയി. ഈ മരണമെന്ന് പറയുന്നത് ഭൗതികമായ മരണം മാത്രമായി നിങ്ങൾ കാണരുത്. എവിടെയാണോ ജനറേഷനുകളുടെ മേൽ നാശം തൊട്ടിരിക്കുന്നത്, ചിലർ ചില തെറ്റായ സ്വഭാവങ്ങളിലേക്ക്, പാപ സ്വഭാവങ്ങളിലേക്ക് പോയി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും, ദൈവത്തിന് നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളെ ചൊല്ലിയുള്ള പ്രതീക്ഷകൾക്ക് ഭംഗം വരാനുണ്ട് ദൈവം അനുവദിക്കത്തില്ല. ഓ ഹല്ലേലൂയ. ഈ 2 ദിവസത്തെ ഈ പ്രയർ മീറ്റിംഗ് ഒരുപാട് കുഞ്ഞുങ്ങളെ അനുഗ്രഹത്തിലേക്ക് തിരിക്കാൻ പോവുകയാണ്. ഓ ജീസസ്, എനിക്ക് ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെടണം, രക്ഷപ്പെടണം, ഉയർച്ച പ്രാപിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവർ കരമുയർത്താമോ? കുറച്ചുപേര് വേറെ ചിന്തയിലാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് വലിയ ഉയർച്ച പ്രാപിക്കണം. അങ്ങനെയുള്ളവർ കര ഉയർത്ത്, നന്നായി കര ഉയർത്ത്. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. യേശുവിൻ നിങ്ങളെ സഹായിപ്പാൻ കഴിയും, യേശുവിൻ നിങ്ങളെ സഹായിപ്പാൻ കഴിയും. ആമേൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ വീണ്ടും പറഞ്ഞ, സാധാരണ ഒരു കൺവെൻഷനിൽ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന ആ ഒരു ലെവലല്ല ഞാൻ നിൽക്കുന്നേ. ഞാൻ നിങ്ങളെ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. എനിക്കറിയാം ചില ഹൃദയങ്ങൾ ഇതിനെ സ്വീകരിക്കും, ചില ഹൃദയങ്ങൾ ഇത് ഒരു വലിയ വിത്തായി വന്ന് വീഴും, ഇത് ഭയങ്കരമായിട്ട് വളരും, ഫലം കായ്ക്കും. ആമേൻ. ആ വീട്ടിനകത്ത് ആ തലമുറ മരിച്ചുപോയി. ആ അമ്മ ഹൃദയം തകർന്ന് കരയുകയാണ്. ആ മകന്റെ ഡെഡ് ബോഡിയുമായി ആ പട്ടണത്തിന് പുറത്തുള്ള സെമിറ്ററിയിലേക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കൂടെയുള്ള ആളുകളെല്ലാം കരച്ചിലാണ്, കരഞ്ഞോണ്ട് പോവുകയാ. ആ മകനെ ചൊല്ലിയുള്ള സകല പ്രതീക്ഷയും ആ അമ്മയ്ക്ക് നഷ്ടമായി പോയി. ഇനി ആ മകൻ തിരിച്ചു വരുമോ? ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. അതുപോലെ നഷ്ടമായി പോയി. അങ്ങനെ ആരാ ഇവിടെ ചിന്തിച്ചിരിക്കുന്നത്? അതിന്റെ മുമ്പിൽ ഞാനൊരു പേര് പറയാം, ഒരു നാമം പറയാം. അതെന്റെ യേശുവിന്റെ നാമമാണ്. ആ കർത്താവിന്, ആ യേശുവിന് ആ തലമുറയെ അനുഗ്രഹിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. പരാജയപ്പെട്ടു പോയ, തോറ്റുപോയ, ഭാവി നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച കുഞ്ഞുങ്ങളെ, തലമുറകളെ ആ യേശുവിന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? ലൂക്കോസ് സുവിശേഷം, മൈക്കത് കൊടുത്തേ. ലൂക്കോസ് സുവിശേഷം ചാപ്റ്റർ 7, അതിന്റെ വേഴ്സ് 13 to 15. ആ 3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം ചാപ്റ്റർ 7 വേഴ്സ് 13 to 15. മൈക്ക് കൊടുക്കാമോ?
കാരണം എല്ലാവർക്കും കൂടെ കേൾക്കാൻ ഇവിടെ നിന്നാൽ ബാക്കിയുള്ളവർക്ക് കൂടെ കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൈക്ക് കൂടെ കൊടുത്താൽ നല്ലതാണ്. ഹല്ലേലൂയ. ജീസസ്. വേഗത്തിൽ വായിച്ചട്ടെ പ്ലീസ്. கர்த்தர் அவளை பார்த்து அவள் மேல் மலதுருகி அழாதே என்று சொல்லி கிட்ட வந்து பாடியை தொட்டார். அதை சுமந்தவர்கள் நின்றார்கள். அப்பொழுது அவர், வாலிபனே எழுந்திரு என்று உனக்கு சொல்லுகிறேன் என்றார். மரித்தவன் எழுந்து உட்கார்ந்து பேசத் தொடங்கினான். அவனை அவன் தாயினிடத்தில் ஒப்புவித்தார். எல்லாரும் பயமடைந்து, மகா தீர்க்கதரிசியானவர் நமக்குள்ளே தோன்றியிருக்கிறார் என்றும் தேவன் தமது ஜனங்களை சந்தித்தார் என்று சொல்லி தேவனை മഹിമപ്പെടുത്തിனார்கள். ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ പറയാമോ? എന്നേക്കുമായ നാശത്തിലേക്ക്, സെമിത്തേരിയിലേക്ക് പോയ യാത്രയുടെ മുമ്പിൽ യേശു കർത്താവ് വന്നു നിന്നു. യേശു വന്നു നിന്നിട്ട് മഞ്ചത്തെ തൊട്ടു, പാടയെ തൊട്ടു. എന്ന് പറയാമോ? പാടയെ തൊട്ടു, മഞ്ചത്തെ തൊട്ടു. സ്തോത്രം. മഞ്ചം ചുമക്കുന്നവർ നിന്നു. അതൊരു ഭയങ്കര പ്രൊഫറ്റിക്കൽ വേർഡാണ്. ഈ പ്രൊഫറ്റിക്കൽ വേർഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, എന്നാലും കേട്ടോ, ചിലർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. യേശു വന്ന് പാടയെ തൊട്ടു. എവിടെ തൊട്ടെ? പാടയെ തൊട്ടു, മഞ്ചത്തെ തൊട്ടു. സ്തോത്രം. അതൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ നടക്കുക, ഭയങ്കര ഡെലിവറൻസ് നടക്കുക. എന്താണെന്നറിയ ഈ പാടയുടെ ഹിസ്റ്ററി? എന്താ പാടയുടെ ഹിസ്റ്ററി? പാട മഞ്ചം ഇതുവരെ മരണം മാത്രമേ ചുമന്നിട്ടുള്ളൂ. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മഞ്ചത്തിനകത്ത് ജീവനുള്ള ആരെങ്കിലും വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പുതിയ ജനറേഷന് മഞ്ചം ഒരുപക്ഷെ പിടികിട്ടത്തില്ല. പണ്ട് ഡെഡ് ബോഡിയൊക്കെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്ന, സെമിത്തേരിയിൽ കൊണ്ടുപോകുന്ന ഒരു ടയറൊക്കെയുള്ളൊരു വാഹനമാണ് മഞ്ചം എന്ന് പറയുന്നത്. അതിൽ മരിച്ചവരെ മാത്രമാണ് കൊണ്ടുപോകുന്നത്. ജീവനുള്ളവരെ ആരെയും കയറ്റി കൊണ്ടുപോകില്ല. പക്ഷെ യേശു വന്ന ആ ഒരു ചരിത്രം, ആ ഒരു ഹിസ്റ്ററി ബ്രേക്ക് ചെയ്യാൻ പോവാ. ഈ കോളേജ്, ഈ സ്ഥാപനം ഈ ദൂതിനെ സ്വീകരിച്ചോണം. ഒരു ഹിസ്റ്ററി ബ്രേക്ക് ആകാൻ പോവാ. ഹല്ലേലൂയ. എനിക്കറിയാം ഈ ദൂതിന്റെ വീര്യം, ഈ ദൂതിന്റെ ജീവൻ എനിക്കറിയാം. പിതാക്കന്മാരായി മരണം മാത്രമേ ചുമന്നിട്ടുള്ളൂ. ഞാനൊരു എക്സാമ്പിളിന് ഇങ്ങനെ പറയുന്നത്, മഞ്ചത്തിനോട് ചോദിച്ചാൽ മഞ്ചം പറയും എന്റെ അപ്പൻ, അപ്പന്റെ അപ്പൻ, അപ്പന്റെ അപ്പന്റെ കാലമായി ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തകർച്ച, തകർച്ച, തകർച്ച. ഓരോടത്തും പ്രശ്നം. ചില കുടുംബങ്ങൾ ഈ ദൂത് തൊടുവാണ്. പക്ഷെ യേശു വന്ന മഞ്ചത്തിന്റെ, പാടയുടെ ഹിസ്റ്ററി പൊട്ടിക്കുക. മോനെ എഴുന്നേക്ക്, ബാല്യക്കാരൻ എഴുന്നേക്ക്. അവൻ എഴുന്നേറ്റ മഞ്ചത്തിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇന്നുവരെ മഞ്ചത്തിനകത്ത് ഇങ്ങനെ ഒരു കാഴ്ച ആരും കണ്ടിട്ടില്ല. മരിച്ചവർ മാത്രം ഇരുന്ന് പരിചയമുള്ള മഞ്ചം. ഇത് ആദ്യമായി ജീവനോടൊരാൾ ഇരിക്കാനത്. ഓ ഹല്ലേലൂയ. ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തത്. പാരമ്പര്യമായി ജനറേഷനുകളെല്ലാം തകർച്ചകൾ കൈമാറിയത്, ശാപങ്ങൾ കൈമാറിയത്. ഈ 2 ദിവസത്തെ മീറ്റിംഗിന്റെ ഈ ആദ്യത്തെ സെക്ഷനിൽ ദൈവത്തിന്റെ വചനം അതിനെ മുറിച്ചു കളയുകയാണ്. ഓ ഹല്ലേലൂയ. ചിലര് പറയും എന്റെ അപ്പൻ ഇങ്ങനെ, എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ, എന്റെ അപ്പന്റെ അപ്പൻ ഇങ്ങനെയാണ്, നിനക്കും ഇങ്ങനെ. അത് രോഗമായിരിക്കാം, കുടുംബ തകർച്ചയായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, ശാപമായിരിക്കാം. പക്ഷേ ഈ പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതെല്ലാം മുറിഞ്ഞു വീഴാൻ പോവുകയാണ്. ഓ ജീസസ്.